സലാം കോഴിക്കോട് നടക്കുന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്ന് പരാതി. പഠിപ്പ് മുടക്ക് സമരമാണെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ സമ്മേളനത്തിന് കൊണ്ടുപോയത്. 7 SFI പ്രവർത്തകരെത്തി പഠിപ്പ് മുടക്ക് സമരമുണ്ടെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പ്രിൻസിപ്പൽ ടി സുനിൽ മീഡിയ വണിനോട് പറഞ്ഞു. ഇത് 7ഓളം SFI പ്രവർത്തകർ ഇന്ന് സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ സ്കൂളിൽ വന്നു, ഒരു നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ കാര്യമെന്ന്. അപ്പോൾ നോട്ടീസ് പറയുന്നുണ്ട് ഇന്നവരുടെ അഖിലേന്ത്യാ സമ്മേളനവും ഒരു റാലിയും ടൗണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കി ഞങ്ങൾ സംരംഭം വിജയിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നു. നോട്ടീസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈസ്കൂളിൽ നമ്മൾ വിട്ടത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇന്നലെയായിരുന്നു ഈ സംഭവം. ഈ കുട്ടികളെ കൊണ്ടുപോയത് റാലിക്കാണെന്ന് പിന്നീട് മനസ്സിലായതോടെയാണോ പ്രിൻസിപ്പൽ പരാതി ഉന്നയിച്ചത്? ദിവ്യ, SFIയുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് കോഴിക്കോട് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ നിന്നാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയത്. ഇതിൽ പ്രിൻസിപ്പൽ പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 7ഓളം SFI പ്രവർത്തകർ സ്കൂളിലെത്തി പിന്നീട് സമരത്തിനുള്ള നോട്ടീസ് നൽകുകയായിരുന്നു. ആ നോട്ടീസിന് പ്രകാരമാണ് സ്കൂൾ വിട്ടതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഏതായാലും ഈ SFI സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോയത്. നോട്ടീസ് നൽകി സമരമാണെന്ന് പറഞ്ഞാണ്, പഠിപ്പുമുടക്കി സമരമാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയത്. സാധാരണഗതിയിൽ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പഠിപ്പുമുടക്കി സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ സമരത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളതും ഏത് രീതിയിലാണ് സമരം എന്നുള്ളതൊക്കെ തന്നെ അറിയിക്കാറുണ്ടായിരുന്നു. അത്രമേൽ ഗുരുതരമായ ഒരു വിഷയമാണെങ്കിലാണ് സാധാരണ സ്കൂളുകളെ പഠിപ്പുമുടക്കി സമരം ബാധിക്കാറുള്ളത്. ഏതായാലും ഇത് വിദ്യാർത്ഥികളെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഈ രീതിയിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു പഠിപ്പുമുടക്കി സമരം ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ്